Welcome back to 15th day of CBSE Maths Crash Class conducted by Archana Study Center. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ട്രയാങ്കിൾസ് എന്ന ചാപ്റ്റർ ആണ്. ഇനിയും തുടർന്ന് ആ ചാപ്റ്ററിലെ പുതിയ കൺസെപ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടേക്ക് എ നോട്ട്ബുക്ക്, വി ക്യാൻ ലേൺ ടുഗദർ, വി ക്യാൻ ഗ്രോ ടുഗദർ. തിയറത്തിലേക്ക് കിടക്കാം. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ഓർ ടേൽസ് തിയറം. ഇത് പ്രകാരം ഒരു ട്രയാങ്കിൾ എ ബി സിയുടെ ഒരു സൈഡ് ബി സി എന്ന് പറയുന്നതിന് പാരലൽ ആയിട്ടുള്ള ഒരു സൈഡാണ് ഡി ഇ എന്ന് പറയുന്നത്. ഈ ഡി ഇ ഇന്റർസെക്ട് ദ അതർ ടു സൈഡ്സ്. ഇങ്ങനെയുള്ള കേസ് വന്നാൽ ഒന്നുകൂടി പറയാം, ഒരു ട്രയാങ്കിൾ എ ബി സിയിൽ ഒരു സൈഡിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ആ ലൈൻ മറ്റു രണ്ട് സൈഡിലും ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ പ്രൊപ്പോർഷണൽ ആയിട്ട് എഴുതാൻ സാധിക്കും. അതെന്തൊക്കെയാ നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരെണ്ണം എ ഡി ഡിവൈഡഡ് ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ഡിവൈഡഡ് ബൈ ഇ സി. ഫസ്റ്റ് വൺ, അതായത് ഫിഗറിൽ നോക്കുക, ഇതിന്റെ എ ഡി ഡിവൈഡഡ് ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ഡിവൈഡഡ് ബൈ ഇ സി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇതിന്റെ ഫുൾ ലെങ്ത്, ഈ സൈഡിന്റെ ഫുൾ ലെങ്ത് എ ബി ഡിവൈഡഡ് ബൈ ഡി ബി ഈക്വൽ ടു ഈ സൈഡിന്റെ ഫുൾ ലെങ്ത് എ സി ഡിവൈഡഡ് ബൈ ഇ സി എന്ന് പറയാൻ പറ്റും. അതാണ് സെക്കൻഡ് പ്രൊപ്പോർഷണാലിറ്റി. ആൻഡ് തേർഡ് വൺ ഈസ് എ ഡി, മേലത്തെ സൈഡ് എ ഡി ഡിവൈഡഡ് ബൈ ഫുൾ ലെങ്ത് എ ബി ഈക്വൽ ടു എ ഇ ഡിവൈഡഡ് ബൈ എ സി എന്നും പറയാൻ പറ്റും. ഇങ്ങനെ മൂന്ന് പ്രൊപ്പോർഷണാലിറ്റി ഇത് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് പാരലൽ ടു അതേഴ്സ്, ഈ ഡി ഇ എന്ന് പറയുന്ന ഒരു ലൈനിന് പാരലൽ ആണ്. ഈ ഡി ഇ ഇന്റർസെക്ടിങ് ദ അതർ ടു സൈഡ്സ്. ഈ കണ്ടീഷൻ വരികയാണെങ്കിൽ നമുക്ക് മൂന്ന് പ്രൊപ്പോർഷണാലിറ്റി പറയാം. ഒന്നുകൂടിയും പറയാം. ഫസ്റ്റ് വൺ എ ഡി ഡിവൈഡഡ് ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ഡിവൈഡഡ് ബൈ ഇ സി, ഫസ്റ്റ് വൺ. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എ ബി ഫുൾ ലെങ്ത് എ ബി ഡിവൈഡഡ് ബൈ ഡി ബി ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിലെ ഫുൾ ലെങ്ത് എ സി ഡിവൈഡഡ് ബൈ ഇ സി, സെക്കൻഡ് വൺ. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് എ ഡി ഡിവൈഡഡ് ബൈ ഫുൾ ലെങ്ത് എ ബി ഈക്വൽ ടു എ ഇ ഡിവൈഡഡ് ബൈ എ സി ആണ്. ഈ മൂന്ന് പ്രൊപ്പോർഷണാലിറ്റിയും പറയാം. ഇതിന്റെ കോൺവേഴ്സും ട്രൂ ആണ്. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊപ്പോർഷണാലിറ്റി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഡി ഇ ഈക്വൽ ടു ബി സി പാരലൽ ആണെന്നും നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ നമുക്ക് രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ വരാം. ഒന്ന് ഈ പ്രൊപ്പോർഷണൽ, ഇത് രണ്ടും പാരലൽ ആണ്, അങ്ങനെയാണ് പ്രൊപ്പോർഷണാലിറ്റി ചെയ്ത് വെച്ചിട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസും വരാം. നേരെ തിരിച്ച് നമുക്ക് ഇത് പ്രൊപ്പോർഷണൽ ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് ഇത് രണ്ടും അങ്ങനെ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമുക്ക് ഡി ഇ പാരലൽ ബി സി ആണെന്ന് തിരിച്ച് പ്രൂവ് ചെയ്യേണ്ട കേസും വരാറുണ്ട്. കോൺവേഴ്സും നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കേസുകൾ വരാറുണ്ട്. അപ്പൊ രണ്ട് കേസിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ എ ഫിഗർ ഡി ഇ പാരലൽ ടു ബി സി. അതായത് നോക്കൂ, ഇവിടെ ഡി ഇ എന്ന് പറയുന്നത് ബി സിക്ക് പാരലൽ ആണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി സൈഡ് എ ഡി. എ ഡി എന്നതിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഇതാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ലെങ്ത്. നമുക്ക് ഇവിടെ ഒരു എക്സ് എന്നുള്ള അൺനോൺ വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെ? ഗിവൺ ദാറ്റ് എന്തൊക്കെ തന്നിട്ടുണ്ട്? എ ഈക്വൽ ടു 1.8. എ ഇ എന്ന് പറയുന്നത് എന്താണ്? 1.8 സെന്റിമീറ്റർ ആണ്. ബി ഡി എന്ന് പറയുന്നത് ബി ഡി എവിടെ നോക്കൂ, ബി ഡി എന്ന് പറയുന്നത് 7.2 സെന്റിമീറ്റർ ആണ്. ആൻഡ് സി ഇ എന്ന് പറയുന്നത് 5.4 സെന്റിമീറ്റർ ആണ്. എല്ലാം തന്നിട്ടുണ്ട്, അല്ലെ? നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പ്രൊപ്പോർഷണാലിറ്റി തിയറത്തിൽ ഏതാ അപ്ലൈ ചെയ്യാം? നമുക്ക് ഏത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെ? നമുക്ക് എളുപ്പം എ ഡി ഡിവൈഡഡ് ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ഡിവൈഡഡ് ബൈ ഇ സി എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എ ഡി ഡിവൈഡഡ് ബൈ ഡി ഇ ഡി ബി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എ ഇ ഡിവൈഡഡ് ബൈ ഇ സി. നിങ്ങൾ പ്രൊപ്പോർഷണാലിറ്റി തിയറം പഠിക്കുമ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കാണാതെ പഠിക്കരുത്. എന്ത് ചെയ്യണം? ഇത് എന്താണെന്ന് അറിഞ്ഞ് പഠിക്കണം. എ ഡി എന്ന് പറയുന്നത് ഇതിന്റെ പകുതിയാണ്. അതായത് നമ്മുടെ ഇവിടുന്ന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഈ വെർട്ടെക്സ് വരെയുള്ള ലെങ്ത് ആണ്. ഡിവൈഡഡ് ബൈ ഈ ഇന്റർസെക്ടിങ് പോയിന്റ് മറ്റൊരു വെർട്ടെക്സിലേക്കുള്ള ലെങ്ത് ആണ് എന്ത് പറയുന്നത്? ഡി ബി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇ. അതുപോലെ തന്നെ ഈ വെർട്ടെക്സിൽ നിന്നും ഈ ഇന്റർസെക്ടിങ് പോയിന്റിലേക്കുള്ള ലെങ്ത് ഡിവൈഡഡ് ബൈ ഇ സി എന്ന് പറയുന്നത് ഈ ഇന്റർസെക്ടിങ് പോയിന്റ് അതർ വെർട്ടെക്സിലേക്കുള്ള ലെങ്ത്. അപ്പൊ ഇത് മനസ്സിലാക്കി പഠിക്കണം, കാണാപ്പാടം പഠിക്കരുത്. കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പി ക്യു ആർ എന്ന് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. വേറൊരു ആൽഫബറ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇത് മനസ്സിലാക്കി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രൊപ്പോർഷണാലിറ്റി തിയറം വേറെ ഒരു പ്രശ്നവുമില്ല, നമ്മൾ ഇത് എഴുതുക. ഇത് പ്രകാരം എ ഡി ഡിവൈഡഡ് ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ഡിവൈഡഡ് ബൈ ഇ സി ആണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. എ ഡി എന്താണെന്ന് അറിയാൻ നമുക്ക് അറിയില്ല, അല്ലെ? എക്സ് എന്നാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പൊ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അല്ലെ? എക്സ് ഡിവൈഡഡ് ബൈ ഡി ബി എന്ന് പറയുന്നത് 7.2 ആണ്.
ഇനി AE എന്ന് പറയുന്നത് എന്താണ്? 1.8 ആണ്, ഡിവൈഡഡ് ബൈ EC ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇതിലെല്ലാം കറക്റ്റ് ആണ്, എല്ലാം സെന്റിമീറ്ററിലല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. ഇതിലെല്ലാം ഒരേ യൂണിറ്റ്, സെന്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ ഏത് തന്നാലും കുഴപ്പമില്ല, എല്ലാം എന്തായിരിക്കണം? ഒരേ യൂണിറ്റ് ആയിരിക്കണം, അത് നിർബന്ധമാണ്. പിന്നെ ഇത് എഴുതുമ്പോൾ എന്ത് എഴുതണം? നമുക്ക് തന്നിട്ടുണ്ടല്ലേ, ഇത് എഴുതാനുള്ള കാരണം എന്താണ്? DE പാരലൽ ടു BC ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി തിയറം ഇവിടെ എഴുതാൻ കാരണം. അതും നമ്മളവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, ഇതെന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും? x ഇൻറ്റു 5.4 ഈക്വൽ ടു 1.8 ഇൻറ്റു 7.2. then x is equal to എന്ത് വരും? 1.8 ഇൻറ്റു 7.2 ഡിവൈഡഡ് ബൈ 5.4. നമുക്ക് വേണേൽ പോയിന്റ് മാറ്റിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അത് ഞാൻ 18 ഇൻറ്റു 72 ഡിവൈഡഡ് ബൈ 540 എന്ന് പറയും. അതായത് ഇവിടെ രണ്ട് സൈഡിലും 100 കൊണ്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെന്താവും? 540 ആവും. മേലെ എന്ത് വരും? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 പോയിന്റ് മാറി കിട്ടും, 18 ഇൻറ്റു 72. അപ്പൊ നമുക്കിത് കട്ട് ചെയ്ത് കളയാം. 2-ല് പോവും, 3-ല് പോവും, എല്ലാറ്റിലും പോവും. അപ്പോൾ രണ്ടെണ്ണത്തിലും പോകുന്നതുകൊണ്ട് ഞാനപ്പോൾ 3-ലാണ് കട്ട് ചെയ്യുന്നത്. 3-ല് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2 വരും അല്ലേ? 12-ൽ എന്ത് വരും? 2-ല് 6 ടൈംസ് വരും, 12-ല് 4 ടൈംസ് വരും. ഓക്കെ, ഇവിടെ എന്ത് വരും? 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 180 വരും അല്ലെ? ഇനി സുഖമായിട്ട് കട്ട് ചെയ്യാം നമുക്ക്. 18 ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 10 വരും അല്ലെ? അപ്പൊ ഇതെന്താ വരുന്നത്? 24 ഡിവൈഡഡ് ബൈ 10 ആണ് വരുന്നത്. ദാറ്റ് ഈസ് x is equal to 2.4 സെന്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. മറ്റൊരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ ഫിഗർ if AD is equal to 6 cm, DB equal to 9 cm, AE equal to 8 cm and EC is equal to 12 cm and angle ADE is equal to 48, find angle ABC. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് AD എന്ന് പറയുന്നത് എന്താണ്? 6 സെന്റിമീറ്റർ ആണെന്ന് അവർ തന്നിട്ടുണ്ട് അല്ലെ? അതുപോലെ DB എടുത്തിരി തന്നിരിക്കുന്നതൊക്കെ എഴുതാം, 9 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ തന്നിരിക്കുന്നത്? AE എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് EC എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇതില് പ്രൊപ്പോർഷണാലിറ്റി തിയറം അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? DEയും BCയും പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ആംഗിൾ അല്ലെ? ADE തന്നിട്ടുണ്ട്, 48 ഡിഗ്രി എന്ന് തന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ABC കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ആംഗിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ they are corresponding angles ആണ്. നമുക്കറിയാം കറസ്പോണ്ടിങ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആണെന്നുള്ളത് അറിയാം. പക്ഷെ അത് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് സൈഡ്സും പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനെന്താ നമ്മൾ യൂസ് ചെയ്യുക? പ്രൊപ്പോർഷണാലിറ്റി തിയറം. നേരെ തിരിച്ച് ഉൾട്ടയാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എല്ലാ സൈഡ്സും തന്നിട്ടുണ്ട്, നമ്മളോട് ഇത് രണ്ടും പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ? നമുക്ക് ആദ്യം പ്രൊപ്പോർഷണാലിറ്റി തിയറം എഴുതാം. AD നമുക്ക് AD ഏത് വേണമെങ്കിൽ എഴുതാം കേട്ടോ, ഞാൻ ഇത് എഴുതുന്നു മാത്രമേ ഉള്ളൂ. AD ഡിവൈഡഡ് ബൈ DB, മൂന്നെണ്ണത്തിൽ ഏത് പ്രൊപ്പോർഷണാലിറ്റി തിയറം വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് വേണം എഴുതാം. ഇതിൽ AE ഡിവൈഡഡ് ബൈ എന്ത് എഴുതണം? EC. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. AD എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്, DB 9 ആണ്, എല്ലാ സെന്റിമീറ്ററിലാണ് അല്ലെ? AE എന്ന് പറയുന്നത് 8 ആണ്, ഈക്വൽ ടു EC എന്ന് പറയുന്നത് 12 ആണ്. ഇതെല്ലാം എന്താണ്? ഇതിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്തോരും? 2/3 ആണ് അല്ലെ? പ്രൊപ്പോർഷണൽ ആണ് അല്ലെ? ദിസ് ഇസ് ഹോൾ ട്രൂ. ദെർഫോർ നമുക്ക് എന്ത് എഴുതാം? DE എന്ന് പറയുന്നത് പാരലൽ ടു EC ആണ്. ദെർഫോർ ബൈ പ്രൊപ്പോർഷണാലിറ്റി തിയറം അല്ലെ? പ്രൊപ്പോർഷണാലിറ്റി തിയറം പ്രകാരം ഇത് DE പാരലൽ ടു EC ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ADE, ഈ ആംഗിൾ ADE ഇത് രണ്ടും പാരലൽ ആണ് അല്ലെ? ഇത് രണ്ടും പാരലൽ ആണ്, നമുക്ക് ഇത് എഴുതാം. ഇത് രണ്ടും പാരലൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ADE എന്ന് പറയണം, ABC എന്ന് പറയണം എന്തായിരിക്കും? ആംഗിൾ ABCയും ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പൊ രണ്ടും എന്താണ്? 48 ഡിഗ്രി ആയിരിക്കും. Because they are corresponding angles of these two parallel lines DE and BC. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമുക്കിതെല്ലാം തന്നിട്ടുണ്ട്, സൈഡ്സ് എല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി തിയറം ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കി. പ്രൊപ്പോർഷണാലിറ്റി തിയറം ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ലൈൻസ് DE എന്ന് പറയുന്നത് പാരലൽ ടു BC ആണെന്ന്
DE എന്ന് പറയുന്നത് പാരലൽ ടു BC ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, പ്രൂഫാണ്. അതായത് DE പാരലൽ ടു BC. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ADE എന്ന് പറയുന്നത് ആംഗിൾ ADE എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ABCക്ക് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 48. അപ്പൊ നമുക്ക് കിട്ടി, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ ABC ആണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. മറ്റൊരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ ദി ഗിവൺ ഫിഗർ ആംഗിൾ D ഈക്വൽ ടു ആംഗിൾ E ആൻഡ് AD ഡിവൈഡഡ് ബൈ DB ഈക്വൽ ടു AE ഡിവൈഡഡ് ബൈ EC. നോക്കിക്കേ, AD ഡിവൈഡഡ് ബൈ DB ഈക്വൽ ടു AE ഡിവൈഡഡ് ബൈ EC. അങ്ങനെ തന്നാൽ തന്നെ നമുക്കറിയാലോ DE എന്ന് പറഞ്ഞത് BCക്ക് പാരലൽ ആണ്. ക്ലിയർ ആണ്. പിന്നെ ഒരു കാര്യം ഇവിടെ തന്നിട്ട് ആംഗിൾ D എന്ന് പറയുന്നത് ആംഗിൾ Eക്ക് ഈക്വൽ ആണ് തന്നിട്ട് നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, ABC അല്ലെങ്കിൽ BAC രണ്ടും സെയിം തന്നെയാണ്. BAC എന്ന് പറയുന്ന ട്രയാങ്കിൾ, അതായത് ഈ വലിയ ട്രയാങ്കിൾ ഐസോസിലസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് ഐസോസിലസ് ട്രയാങ്കിൾ? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അല്ലെ? ഐസോസിലസ് ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അതുപോലെ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ആംഗിളിന്റെ കാര്യമാണ്, അല്ലെ? അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പം ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിരിക്കും എളുപ്പം. അപ്പൊ അത് ഈ പാരലൽ പ്രോപ്പർട്ടി വെച്ച് എങ്ങനെ ചെയ്യാം എന്ന് നിങ്ങൾ ചിന്തിക്കണം. പാരലൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇതും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, അല്ലെ? അതുപോലെ തന്നെ ഇതും എന്താണ്, ആംഗിൾ ഈ ആംഗിൾ സിയും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. പിന്നെ അവർ തന്നിട്ടുണ്ട് ഡിയും ഇയും ഈക്വൽ ആണെന്ന്. അപ്പൊ പിന്നെ നമുക്ക് ബിയും സിയും ഈക്വൽ ആണെന്ന് പറയാലോ. Then we can say that this is an isosceles triangle. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് തന്നിരിക്കണം, എങ്ങനെ എഴുതണം ഇതെന്ന് നോക്കി നോക്കാം, അല്ലെ? നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. AD divided by DB equal to AE divided by EC. അങ്ങനെ ഇത് given ആണ്, അല്ലെ? given ആണ്. Therefore we can say എന്ത് പറയാം, DE എന്ന് പറയുന്ന ലൈൻ പാരലൽ ടു BC ആണ്, ഇങ്ങനെ എഴുതാൻ സാധിക്കും, അല്ലെ? Therefore ആംഗിൾ നമുക്ക് എന്താ എഴുതാം, ADE എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, ആംഗിൾ ABCക്ക് ഈക്വൽ ആണ്. ആംഗിൾ ABCക്ക് ഈക്വൽ ആണ് ബിക്കോസ് ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് ദീസ് പാരലൽ ലൈൻസ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് ദീസ് പാരലൽ ലൈൻസ് ആണ്. ഈ രണ്ടെണ്ണം പാരലൽ ആണ് നമ്മൾ പറഞ്ഞു, അല്ലെ? അതുപോലെ തന്നെ തിരിച്ചും AED എന്ന് പറയുന്നത് AED എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, ACBക്ക് ഈക്വൽ ആണ്. ആംഗിൾ ACBക്ക് ഈക്വൽ ആണ്. ഇതിനും കാരണം എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, അല്ലെ? കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് ഏതാണ്, ലൈൻ DE ആൻഡ് BC. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്, given D equal to E എന്നുള്ളത് നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്, അല്ലെ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യമാണ്. ആംഗിൾ D equal to ആംഗിൾ E, അതായത് ഈ ആംഗിൾ ഈക്വൽ ടു ഈ ആംഗിൾ, ആംഗിൾ D equal to ആംഗിൾ E, രണ്ടെണ്ണം ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്താ പറയുന്നത്, ഈ രണ്ടെണ്ണം എന്താണ്, ഈക്വൽ ആണ്. LHS രണ്ടെണ്ണം ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, RHS ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ ABC ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ ACB ആണ്. ABC എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ്, ACB എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ്. ഈ രണ്ടെണ്ണം ഈക്വൽ ആണെങ്കിൽ hence proof എന്താ നമ്മൾ പ്രൂവ് ചെയ്തത്, ട്രയാങ്കിൾ BAC is a isosceles triangle. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്ത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് ഈ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. തിയറം നന്നായി അറിയണം. തിയറം വെച്ചിട്ട് പാരലൽ ലൈൻ ആണെന്ന് പറയാൻ പറ്റണം. പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് അറിയണം. ചില സമയത്ത് നമുക്ക് ഇതിൽ കറസ്പോണ്ടിങ് വരാറുള്ളൂ. അപ്പൊ അതെങ്ങനെ എഴുതണം എന്നറിയണം. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇത് സുഖമായിട്ട് പ്രൂഫ് ചെയ്യാവുന്നുള്ളൂ. ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ വർക്കൗട്ട് ചെയ്ത് ശീലം ഉണ്ടാവണം. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, എക്സാമിന് ഈ ലെവലിൽ നിങ്ങൾക്ക് തോട്ട് പ്രോസസ് പോവുള്ളൂ. അത്രയും ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ എക്സാം എഴുതുക, അല്ലെ? ആ സമയത്ത് ഇങ്ങനെയുള്ള തോട്ട് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വർക്കൗട്ട് ചെയ്യണം. ഇതും വർക്കൗട്ട് ചെയ്യണം. ഇതുപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടെത്തി വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാം വർക്കൗട്ട് ചെയ്യുന്നു കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായി നമുക്ക്